ഇന്നത്തെ എൻ്റെ വീഡിയോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആട്ടോ. ഏത്തപ്പഴം എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം എന്നാണ് കാണിക്കുന്നത്. മിക്കവർക്കും ഒക്കെ അറിയാമായിരിക്കും എന്നറിയാം, പക്ഷെ എന്നാലും ആർക്കെങ്കിലും അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടിരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ഈ രണ്ട് സൈഡ് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടേ. അതിനുശേഷം ഞാനിപ്പോൾ ഒരു പഴം ഇങ്ങനെ ഫുള്ളായിട്ട് പുഴുങ്ങിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വരിഞ്ഞ് കൊടുത്താൽ മതി. വേറൊരെണ്ണം ഇതുപോലെ നമുക്ക് കട്ട് ചെയ്താണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ ഇഡലിത്തട്ടിലാണെങ്കിലും വെച്ച് ആവി കയറ്റി എടുക്കാം കേട്ടോ. ഇപ്പൊ ഞാനിതൊക്കെ ഒന്ന് ആവി കയറ്റാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പഴം എൻ്റെ ഇച്ചിരി നല്ലപോലെ പഴുത്തിരിക്കുമായിരുന്നേ. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് നന്നായിട്ടൊന്ന് പുഴുങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ കറുത്ത നാരുകൾ റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കും. നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് കറുത്ത നാരെല്ലാം കളഞ്ഞ് ഒന്ന് ഉടച്ച് വേണം കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതൊന്ന് നെയ്യിൽ സോട്ട് ചെയ്ത് കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു പാനിലേക്ക് ലേശം നെയ്യ് ചൂടാക്കുക, എന്നിട്ട് ഇത് പീസ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഉടച്ച് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ലേശം പഞ്ചസാരയും കൂടെ അതിന്റെ പുറമെ ഒന്ന് തൂവി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഏത്തപ്പഴം കഴിച്ചോളൂ കേട്ടോ. അതുപോലെ നമ്മുടെ ചാനലിൽ ഏത്തപ്പഴം കൊണ്ട് തയ്യാറാക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്നാക്സിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറി കണ്ടു നോക്കണേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുഞ്ഞു വീഡിയോ ആണെന്ന് അറിയാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.